മീഖ 1-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. യോഥാം, ആഹാസ്, യെഹിസ്കീയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് മോരസ്ത്യനായ മീഖയ്ക്കുണ്ടായതും അവൻ സമയെയും യെരൂശലേമിനെയും കുറിച്ച് ദർശിച്ചതുമായ യഹോവയുടെ അരുളപ്പാട്. സകല ജാതികളുമായുള്ളവരെ കേൾപ്പിൻ, ഭൂമിയും അതിലുള്ള സകലവുമായുള്ളവയെ ചെവിക്കൊള്ളുവിൻ. യഹോവയായ കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കർത്താവ് തന്നെ നിങ്ങൾക്ക് വിരോധമായി സാക്ഷിയായിരിക്കട്ടെ. യഹോവ തന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടിറങ്ങി ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടക്കൊള്ളുന്നു. തീയുടെ മുമ്പിൽ മെഴുകുപോലെയും കിഴുക്കാൻ തൂക്കത്തിൽ ചാടുന്ന വെള്ളം പോലെയും പർവ്വതങ്ങൾ അവന്റെ കീഴിൽ ഉരുകയും താഴ്വരകൾ പിളർന്നു പോകുകയും ചെയ്യുന്നു. ഇതൊക്കെയും യാക്കോബിന്റെ അതിക്രമ നിമിത്തവും ഇസ്രായേൽ ഗൃഹത്തിന്റെ പാപങ്ങൾ നിമിത്തവുമാകുന്നു. യാക്കോബിന്റെ അതിക്രമം എന്ത്? സമയല്ലയോ? യഹൂദയുടെ പൂജാഗിരികൾ ഏവ? യെരൂശലേം അല്ലയോ? അതുകൊണ്ട് ഞാൻ സമയ വയലിലെ കൽക്കുന്നുപോലെയും മുന്തിരിത്തോട്ടത്തിലെ നടുതല പോലെയും ആക്കും. ഞാൻ അതിന്റെ കല്ല് താഴ്വരയിലേക്ക് തള്ളിയിടുകയും അതിന്റെ അടിസ്ഥാനങ്ങളെ അനാവൃതമാക്കുകയും ചെയ്യും. അതിലെ സകല വിഗ്രഹങ്ങളും തകർന്നു പോകും. അതിന്റെ സകല വേശ്യ സമ്മാനങ്ങളും തീ പിടിച്ചു വെന്തുപോകും. അതിലെ സകല ബിംബങ്ങളെയും ഞാൻ ശൂന്യമാക്കും. വേശ്യ സമ്മാനം കൊണ്ടല്ലോ അവൾ അത് സ്വരൂപിച്ചത്. അവ വീണ്ടും വേശ്യ സമ്മാനമായി തീരും. അതുകൊണ്ട് ഞാൻ വിലപിച്ചു മുറയിടും. ഞാൻ ചെരുപ്പില്ലാത്തവനും നഗ്നനുമായി നടക്കും. ഞാൻ കുറുനരികളെ പോലെ വിലപിച്ച് ഒട്ടക പക്ഷികളെ പോലെ കരയും. അവളുടെ മുറിവ് പൊറുക്കാത്തതല്ലോ. അത് യഹൂദയോളം പരന്ന് എന്റെ ജനത്തിന്റെ ഗോപുരമായ യെരൂശലേമിനോളം എത്തിയിരിക്കുന്നു. അത് ഗഹത്തിൽ പ്രസ്താവിക്കരുത്, ഒട്ടും കരയരുത്. ബേത്ത് അഫ്രയിൽ ഞാൻ പൊടിയിൽ ഉരുണ്ടിരിക്കുന്നു. സാഫിയർ നഗരനിവാസികളെ ലജ്ജയും നഗ്നതയും പൂണ്ട് കടന്നു പോകുവിൻ. സയനാൻ നിവാസികൾ പുറപ്പെടുവാൻ തുനിയുന്നില്ല. ബേസ് ഏസലിന്റെ വിലാപം നിങ്ങൾക്കവിടെ താമസിപ്പാൻ മുടക്കമാകും. യഹോവയുടെ പക്കൽ നിന്ന് യെരൂശലേം ഗോപുരത്തിങ്കൽ തിന്മ ഇറങ്ങിയിരിക്കാൽ മാരോത്ത് നിവാസികൾ നന്മയ്ക്കായി കാത്തു പിടയ്ക്കുന്നു. ലാക്കിസ് നഗരനിവാസികളെ, തുരങ്കങ്ങളെ രഥത്തിന് കെട്ടുവിൻ. അവർ സിയോൻ പുത്രിക്ക് പാപകാരണമായി തീർന്നു. ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ നിന്നിൽ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് നീ മോരെസേത്ത് ഗഹത്തിന് ഉപേക്ഷണ സമ്മാനം കൊടുക്കേണ്ടി വരും. ബേത്ത് അഖീബിലെ വീടുകൾ ഇസ്രായേൽ രാജാക്കന്മാർക്ക് ആശാഭംഗമായി ഭവിക്കും. മാരേസ നിവാസികളെ കൈവശമാക്കുന്ന ഒരുത്തനെ ഞാൻ നിങ്ങളുടെ നേരെ വരുത്തും. ഇസ്രായേലിന്റെ മഹത്തുകൾ അടുല്ലമോളം ചെല്ലേണ്ടി വരും. നിന്റെ ഓമന കുഞ്ഞുങ്ങൾ നിമിത്തം നിന്നെ തന്നെ സൗരം ചെയ്ത് മൊട്ടയാക്കുക. കഴുകനെ പോലെ നിന്റെ കഷണ്ടിയെ വിസ്താരമാക്കുക. അവർ നിന്നെ വിട്ട് പ്രവാസത്തിലേക്ക് പോയല്ലോ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.